ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ പറയുക, എപ്പോഴും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഇപ്പോഴും അടുക്കളയിൽ നിന്നായിരിക്കുമല്ലോ. എൻ്റെ അടുക്കളയിൽ നിന്ന് തന്നെയാണ്. ഇതാ ഇവിടെ കുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കടലിരിക്കുന്നു കുക്കറിൽ. പിന്നെ ദോശയ്ക്ക് മാവുണ്ട്. ഞാൻ ചമ്മന്തി അരച്ചു വെച്ചു. ഇപ്പോൾ പിള്ളേർക്ക് മോനിന്ന് ക്ലാസ്സിൽ പോകണ്ട. അവരിന്ന് സ്റ്റഡി ലീവാണ്. ഹാഫ് ഇയർലി എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് അവനിന്ന് പോകണ്ട. അവന് പഠിത്തമാണ്. മോളോട്ടിക്ക് പോകണം. അപ്പൊ അവൾക്ക് കഴിക്കാനുള്ളതും കൊണ്ടുപോകാനും അവർക്ക് ദോശ മതി എന്ന് പറഞ്ഞാണ് ഞാൻ മൂന്ന് വിസലേ മിനിമം ഒരു 5 വിസലെങ്കിലും കേൾക്കണം. അപ്പോൾ എഴുതത്തുള്ളൂ. അതിന് സമാധാനമുണ്ട്. അപ്പോ എന്റെ പണികളിലേക്ക് ഞാൻ കിടക്കും കേട്ടോ. എനിക്ക് അയ്യോടി ഇന്നലെ മുതൽ 2 പറവുകൾ ഇവിടെ കിടന്നു. വേണ്ട പോട്ടെ 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 കറക്റ്റ് ജീവനം കൊണ്ട് ഓടിയിട്ടുണ്ട്. ചെറുതെല്ലാം പുറത്തേക്ക് പോയി. ഇന്നലെ 2 ഇതുപോലെ 2 ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നതാണ്. ഒന്നും ചെയ്തില്ല, ചുമ്മാ. അപ്പൊ എന്റെ പണികൾ നടക്കട്ടെ കേട്ടോ. പണികളിലേക്ക് കിടക്കട്ടെ കേട്ടോ. കഴിക്കാൻ വരുന്നുണ്ടോ? ദോശ ചുട്ടോട്ടെ? എന്നാ വാ. ഇതെന്താണോ ഈ സാധനം? ഇപ്പൊ ഈ സംഭവം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോ. ശരി വിട്ടോ ശരി. ഞെക്കി പിടിക്കാൻ എനിക്കറിയാം. നേരത്തെ ഉള്ള പ്രൊമോഷൻ ചെയ്തിട്ട് ശരിയായിട്ടുണ്ടായില്ല. അതാണ് ഞാൻ അപ്പുറത്ത് വെച്ചത്. ഞാൻ വെച്ചോട്ടെ. നീ ബ്രഷ് ചെയ്തായിരുന്നോ? എപ്പോ? കാപ്പിയാണോ? ായിട്ടുണ്ട്. അതിന്റെ പുറത്തേക്ക് ഒഴിക്കണ്ടേ? ടേസ്റ്റ് വേണ്ട? ഒട്ടും നെയ്യ് വേണ്ട? നെയ്യ് എത്ര ലാഭിക്കല്ലോ. വേണ്ട, അതിന് വേണ്ടിട്ടാണ് ഞാൻ എടുത്ത് വെച്ചത്. അല്ലാണ്ട് വെറുതെ എടുത്തിട്ട് മാവിലേക്ക് ടോട്ടലി മുരിഞ്ഞിട്ട് 2 ദേഷ്യം പിടിക്കില്ല കേട്ടോ. മോരിക്ക് ഞാൻ 10 ദോശ ചൂടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മൊരിഞ്ഞത് അല്ലെങ്കിൽ തിന്നാൻ പറ്റില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ദോശയുണ്ടോ. കാരണം ഇവിടെ ഉള്ളവർക്കൊക്കെ ക്രിസ്പി ദോശ വേണം. പറയാം ക്രിസ്പി ദോശ തിന്നാൻ വേണ്ടി അടപ്പിന്റെ ചോട്ടിക്ക് പിടിക്കുന്ന തരുന്നത്. പിന്നെ ഇവിടെ ഒരാളുണ്ട്. മിക്കവാറും ഈ എന്താ പറയാ ബാക്കി പലഹാരങ്ങൾ ഉണ്ടാക്കിയത് ഇതുകൊണ്ടോ. ഇത് മാത്രത്തെ കിഷറി പോലത്തെ ദോശ വേണം. എന്ത് പറയാ, ഇവിടെ സാമ്പാറും വേണ്ട, തേങ്ങാ ചട്നിയും വേണ്ട. ഉള്ളി വേണ്ടത് തക്കാളി ചട്നിയാണ് കേട്ടോ. ഇവിടെ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വേണ്ടത്. അപ്പൊ അത് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇതായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അടുപ്പത്തുനിന്ന് ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടി അടുപ്പിന്റെ ചോട്ടിൽ തന്നെ 2 പേരും കാണും. അല്ല, കുറച്ചുകൂടി എളുപ്പം. ഞാനപ്പ ഓവറായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് ഇങ്ങനെ അടച്ചു കൂടി വെക്കത്തില്ല. ബാക്കിയുള്ള പലഹാരങ്ങളാണ് പിന്നെ ഉണ്ടാക്കിയാണ് വെക്കുക. ദോശ പിന്നെ ആവശ്യത്തിന് മാത്രം ചൂടോടുകൂടി കഴിക്കാം. ഞാനും അങ്ങനെയാണ്. ഞാനും കഴിക്കുന്ന സമയമാകുമ്പോൾ 2 3 ഒക്കെ ചുട്ട് അപ്പൊ തന്നെ കഴിക്കാം. ഇന്നലെ ദോശ ലഭിച്ചിട്ടോ? ഇന്നലെ ചപ്പാത്തി. പാർക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ദോശ മതി എന്ന് പറഞ്ഞു. ഇന്നലെയും പറഞ്ഞത് ദോശ തന്നെ മതി എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വിശപ്പ് മാറില്ല മോളെ, കുറച്ച് ചോറെങ്കിലും കഴിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സോടെ അവൾ ഇന്നലെ ചോറ് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇന്നൊരു വാശി, ഇന്നെങ്കിലും എനിക്ക് 2 ദോശ തായോ, എനിക്ക് ചോറുണ്ണാൻ. കാരണം ആൾ ഭയങ്കര ഡിലേ ആണ്.
പതുക്കെ ഇരുന്ന് കഴിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ സ്കൂളിൽ ബെല്ലടിക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് കഴിച്ച് കഴിയാൻ പറ്റും ഫ്രണ്ട്സിൻ്റെ കൂടെ. അത് കാരണമാണ് അവൾക്ക് ദോശ മതി എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അവൾക്കൊരു 3 ദോശയും ചമ്മന്തിയും. കാലത്തെയുള്ള തക്കിട പരിപാടികളെല്ലാം കഴിഞ്ഞ് വേഗം ബസ് ടൈം ആയപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു റോസാപ്പൂ വേണമെന്ന് അതും തലയിൽ കുത്തി കൊടുത്തു. കറക്റ്റ് ടൈമിന് വണ്ടിയും വന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ ഭയങ്കര സബ്സ്ക്രൈബറാണ്. ചേച്ചിയും പറ ഞങ്ങളെയും പിടിക്കണോ വീഡിയോയിൽ വരുമോ, ഫോണിൽ വരുമോ എന്നൊക്കെ ചേച്ചി ചോദിക്കാറിയാം. ആ വരൂ കേട്ടോ എന്ന് പറയുമായിരുന്നു. അങ്ങനെ അവളെ യാത്രയാക്കി വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം മഴയൊന്ന് ആസ്വദിക്കായിരുന്നു. കാരണം മോള് പോയതിൻ്റെ തൊട്ട് പിന്നാലെ നന്നായിട്ട് അങ്ങോട്ട് മഴ കൂടി കേട്ടോ. അപ്പോൾ മഴയും ഞാനപ്പോൾ പൂക്കളൊക്കെ വല്ലതൊക്കെ ഉണ്ടോ നോക്കുമായിരുന്നു. കാരണം ഓണമല്ലേ വരേണ്ടത്. അപ്പോൾ എന്തെങ്കിലും പൂക്കളം ഇടാനെങ്കിൽ പൂ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു ഞാൻ. കൂടെ എൻ്റെ മോനും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. മഴയൊക്കെ ആസ്വദിച്ച് പഠിക്കടായിരുന്നു പറഞ്ഞപ്പോൾ ഇച്ചിരി നേരം കഴിയട്ടമ്മ, രാവിലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞാൽ ഒരു ഇച്ചിരി നേരം എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു രീതിയാണ് കേട്ടോ. കാരണം പെട്ടെന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പുറത്ത് ഊഞ്ഞാലിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ചെടികളൊക്കെ വല്ലാതെ അങ്ങ് വളർന്നു പോയി. ഇപ്പോൾ അവിടെ ഗാർഡനിങ് ചെയ്യുന്ന ചേട്ടനൊക്കെ ഒന്ന് വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും വന്നിട്ടില്ല. ഞങ്ങൾ അതും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതും കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറി. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം കാലത്ത് തന്നെ എഴുന്നേറ്റ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് വേഗം വിശക്കും. ഒരുപാട് ഞാൻ ലേറ്റ് ആക്കാറില്ല. പരമാവധി ഒരു 8:30-9 മണിക്കുള്ളിൽ ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ മോനും ഉള്ളപ്പോൾ ഞങ്ങളത് കൈയോടെ അങ്ങോട്ട് കഴിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ ആ പരിപാടി അങ്ങ് കഴിയുമല്ലോ. പിന്നെ കുറച്ച് പാത്രങ്ങളും കഴുകാനുണ്ട്. അതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലെ പണികൾ ഏകദേശം ഒന്ന് ഒതുങ്ങും. പിന്നെ ഒന്ന് കറി വെച്ചാൽ മതിയാവും. അത് പിന്നെ സെറ്റാണല്ലോ. അപ്പോൾ കഴിക്കലൊക്കെ കൃത്യ ടൈമിലൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. ഒരുപാട് ഇങ്ങനെ ലേറ്റ് ആക്കുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്നല്ല കറക്റ്റ് ടൈമിൽ ആഹാരം കഴിക്കുന്നതാണ്. ഞാനപ്പോൾ ഇവിടെ ഈ ക്രിസ്പി ദോശ വേണം എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ എനിക്കും ഇതൊരു നിർബന്ധമാണ്. അത് നേരത്തെ അങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് നല്ല തട്ട് ദോശയാണെങ്കിലും ശരി, ഇതുപോലത്തെ ക്രിസ്പി ദോശയാണെങ്കിലും ശരി, അപ്പോൾ ഉണ്ടാക്കി നല്ല ചൂടോടി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇങ്ങനെ ചുട്ടു നിന്നപ്പോൾ ഇരുന്നും കിടന്നൊക്കെയായി എൻ്റെ ഈ ദോശ ചൂടൽ. കാരണം നിന്ന് ഒരു പരിപാടിയില്ല. കാരണം അവന് ക്രിസ്പി ദോശയാകുമ്പോൾ അവൻ കഴിക്കണത് എത്രയാണെന്ന് അവൻ തന്നെ അറിയാൻ പാടില്ല. കാരണം നന്നായിട്ട് അവൻ കഴിക്കും. അപ്പോൾ എനിക്കും അതുപോലെ തന്നെ കറക്റ്റ് ഒരു 3-4 എണ്ണമൊക്കെ ഞാനും കഴിക്കും. അപ്പോൾ അതേസമയം അത്രയും സമയം എടുക്കുമല്ലോ നമ്മൾ ചെയ്തു വരുമ്പോൾ. അപ്പോൾ ഇരുന്നും കിടന്നൊക്കെയാണ് ദോശ ചൂടൽ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം അങ്ങ് റെസ്റ്റ് ചെയ്തു കേട്ടോ. വേറെ കുറച്ച് എനിക്ക് തുണികളൊക്കെ വാഷ് ചെയ്തിടാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പോയി ചെയ്തു. അതിനുശേഷമാണ് വീണ്ടും അന്ന് അടുക്കളയിലേക്ക് വീണ്ടും ഞാൻ കയറി. കാരണം കറിയും കൂടി വെക്കണം ഉച്ചക്കത്തേക്കൊക്കെ ഉള്ളത്. അതുകൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പുറത്ത് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ കറി വെക്കാൻ കയറി അടുക്കളയിൽ കയറി. സോയാബീനും കടലയും കൂടിയാണ് വറുത്തരച്ച് കറി വെക്കാൻ തരും. കുറേ നാളായിട്ടോ ഞാൻ ഒരു കറി വെച്ചിട്ട്. കാരണം വീട്ടിലെല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയായിരുന്നു. ഒരുപാട് നാളായി ഞാനത് വെച്ചിട്ട്. എന്നാൽ പിന്നെ ഇന്ന് അത് തന്നെ ആവാമെന്ന് കരുതി അതങ്ങ് വെച്ചു. അപ്പോൾ നേരത്തെ ഇരുന്ന് കുക്കറിലിരുന്ന് വിസലടിച്ചുകൊണ്ടിരുന്ന എല്ലാം കടലയാണ്. കടല ഞാൻ ഓൾറെഡി രാവിലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ തന്നെ സോയാബീനും കൂടി ഇട്ട് ഞാൻ ഒരു വിസലും കൂടി കേൾപ്പിക്കാനായിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് വിസൽ അടിക്കുകയും ചെയ്തു. ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് ബാക്കി തേങ്ങയൊക്കെ ഞാൻ വറുത്തരച്ച് കറി വെക്കുവാണ്. അപ്പം മസാലകളൊക്കെ ഇട്ടു. ഗരം മസാലയും പിന്നെ മുളകും മഞ്ഞളും മല്ലിയും ഇത്രയും സംഭവങ്ങൾ കൂടിയിട്ട് ഒരു പൊടിക്ക് ജീരകവും കൂടി ഇടും. അപ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടി ഇട്ട് നമ്മൾ കറക്റ്റ് വറുത്തരച്ച് ഞാൻ കടുകും കൂടി പൊട്ടിച്ചങ്ങ് ഒഴിച്ചപ്പോഴേക്കും കൊള്ളാം കേട്ടോ. കാരണം ഒരുപാട് നാളായി ആ കറി വെച്ചിട്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല ടേസ്റ്റൊക്കെ തോന്നിയത്. ഞാൻ ഓൾറെഡി വെച്ചു കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ എക്സാമിനുള്ള പഠിത്തത്തിലായിരുന്നു കേട്ടോ. അവൻ പോയിരുന്നു പഠിക്കുമായിരുന്നു. കാരണം അടുക്കളയിൽ ഞാൻ പണിയെടുക്കുമ്പോഴൊക്കെ അവനോട് ഞാൻ പഠിക്കാൻ പറഞ്ഞു. അവൻ പോയിരുന്നു പഠിക്കുമായിരുന്നു. കാരണം അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ നടക്കും വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ അത് ശരിയാവില്ലല്ലോ. അത് കാരണം അവനോട് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിൽ ഞാൻ ചെന്നപ്പോൾ പഠിക്കുമായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കാരണം പുറത്തിച്ചിരി പണിയുണ്ടായിരുന്നു. ഈ ഭാഗത്തായിരുന്നു ഞാൻ ഓടിക്കണ വണ്ടി ബലേനോ കിടന്നിരുന്നത്. ഇവിടെയാണ് ഞാൻ ആ വണ്ടി ഇടാറുള്ളത്. അപ്പോൾ മറ്റ് പോർച്ചിൽ വേറെ ഏട്ടൻ്റെ വണ്ടി ഇടാനുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വണ്ടി മാറ്റിയിട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ കൃത്യമായിട്ട് അടിച്ച് വരാൻ പറ്റില്ലായിരുന്നു. കുറച്ച് ഏരിയ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. കാരണം കാറിൻ്റെ അടിയിലേക്കൊക്കെ ഇലകളൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് പറ്റത്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് സർവീസിനായിട്ട് അവർ വന്ന് പോപ്പുലറുള്ള ടീംസ് വന്ന് എടുത്തിട്ട് പോയിട്ടായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ അവിടെ ഫ്രീ ആണ്. അപ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് അടിച്ച് വൃത്തിയാക്കി ഇടാം എന്ന് കയറി. കാരണം കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അവിടെ. മൊത്തം മഴയൊക്കെ ആയതുകൊണ്ട് ഇത്തിരി ഈ ഭാഗത്ത് മാത്രം കുറച്ച് പൂപ്പലില്ല, പക്ഷേ അഴുക്കുണ്ട്. കാരണം ഇവിടെ മുകളിൽ കവേർഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാരണം മഴ പെയ്താലും ഇങ്ങോട്ടേക്ക് വെള്ളം എടുക്കാത്തത് കൊണ്ട് ഒരു പൂപ്പലൊന്നുമില്ല. എന്നാലും അടിച്ച് വൃത്തിയാക്കിയിടണമല്ലോ. ആ കൂടി മോശമായിട്ട് കിടക്കും. കാരണം എപ്പോഴും വണ്ടി അവിടെ കിടക്കണോണ്ട് എനിക്ക് ഒരു നിവൃത്തിയില്ല. പിന്നെ വണ്ടി എടുത്ത് മാറ്റിയൊക്കെ ഇടങ്ങേറാണ്. അതുകൊണ്ട് ചില സമയങ്ങളിലാണ് എനിക്കിവിടെ അടിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ആ പണി നടക്കട്ടെ എന്ന് കരുതി അതിൻ്റെ പിന്നാലായിരുന്നു. കാരണം അപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ ചെടികളും കളകളൊക്കെ വളർന്ന് നിൽക്കുന്നു.
അപ്പോൾ ഞാനത് മനസ്സിൽ നേരത്തെ വിചാരിക്കുകയും ചെയ്തു. കാരണം ഗാർഡനിങ് ചെയ്യുന്ന ചേട്ടനൊക്കെ ആണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ചെയ്തു തരും. പിന്നെ ഒരു ബായിയുണ്ട് ഹെൽപ്പിനായിട്ട്. നമുക്ക് എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്തു തരും. അപ്പോൾ ആ പുള്ളിക്കാരനൊക്കെ വിളിച്ചിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു. കാരണം തുളസിയുടെ ചെടിയാണ് ഇപ്പോൾ ആ ചട്ടിക്കകത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് തുളസിയേക്കാൾ കൂടുതൽ കളകളാണ് വളർന്നു നിൽക്കുന്നത്. കാരണം ആവശ്യത്തിന് നോക്കുമ്പോൾ തുളസി വരെയൊക്കെ മുരടിച്ച് പോകും, വളരില്ല. അതുകൊണ്ട് ആ കളകളൊക്കെ ഒന്ന് പറിച്ച് കളയാന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുമായിരുന്നു. കാരണം കുറച്ച് എപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇതുപോലത്തെ പണികളൊക്കെ. എന്നാൽ പിന്നെ അതൊക്കെ ഇന്നങ്ങോട്ട് നടത്താമെന്ന് കരുതിയിട്ടുള്ളൊരു സാഹസമാണ് ഇന്നത്തെ പരിപാടികൾ. മുറ്റടിച്ച് വരുമ്പോൾ നടുവൊന്നും പോകണ്ടെന്ന് കരുതി 2 വലിയ ചൂലാണ് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ ചില സ്ഥലത്ത് അടിക്കണമെങ്കിൽ ഇതുപോലെ കുറ്റിച്ചൂല് തന്നെ വേണം. കാരണം ചില സംഭവങ്ങൾ പ്രത്യേകിച്ച് മഴ പെയ്തിട്ട് നനഞ്ഞു കിടക്കുന്ന ഏരിയസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കുറ്റിച്ചൂല് വെച്ചടിച്ചാൽ മാത്രമേ ചിലത് പോരത്തുള്ളൂ. അത്രയും സമയം ഞാൻ വലിയ ചൂല് കൊണ്ടാണ് അടിച്ചു വാരിക്കൊണ്ടിരുന്നത്. അതൊരു നടു അത്രയും കുനിക്കണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ അടിച്ചു വാരിയതൊക്കെ എടുത്ത് മാറ്റണമെങ്കിൽ നമ്മൾ കുനിഞ്ഞല്ലേ പറ്റൂ. അത് മാത്രമല്ല, ഇതുപോലെ കുറ്റിച്ചൂലുണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അത് വലിയ ഒരു എന്താ പറയുക, നമ്മൾ അത് ഓരോ പണി ചെയ്യുമ്പോൾ അതൊരു കൃത്യതയോടെ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ രീതിക്ക് തന്നെ ചെയ്യണം. ഈ ഭാഗത്തിരിക്കുന്ന കുറച്ച് ചെടികളുണ്ട്. എൻ്റെ വെള്ള കളർ ജമന്തി പൂവാണ് കേട്ടോ, നാടൻ ജമന്തിയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. ആ സൈഡിൽ ഞാൻ വെച്ചിരിക്കും. ഒരുപാട് വെയിൽ വേണ്ട, ആവശ്യത്തിന് വെയിൽ കുറച്ച് മതിയാവും. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ വെച്ചത്. ഇതെന്ത് ചെയ്താന്ന് വെച്ചാൽ എൻ്റെ ശ്രദ്ധ മിക്കവാറും തന്നെ വിട്ടുപോകും വെള്ളം ഒഴിക്കാൻ. ഇവിടെ പിന്നെ മുകളിൽ കവേർഡ് ആയതുകൊണ്ട് വെള്ളം വീഴില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ചെടിക്ക് വെള്ളം കിട്ടത്തുള്ളൂ. ഇത് ഞാൻ മിക്കവാറും വിട്ട് പോകുന്നൊരു കേസാട്ടോ. ഇന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുറേശ്ശൊക്കെ ഉണങ്ങി നിൽക്കുക. പക്ഷേ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ജീവൻ വെച്ചോളും. എന്നാലും അത് അങ്ങനെ ഒന്ന് ഉണങ്ങിയൊക്കെ നിൽക്കണ കാണുമ്പോൾ ഭയങ്കര വിഷമാവും. കാരണം പുറത്ത് നിൽക്കുന്ന സൈഡിലും ഒക്കെ ഉള്ള ചെടികളൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് കരിച്ചിലും ഉണക്കലും ഒന്നുമില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും നിൽക്കും കേട്ടോ. ഈ ഭാഗത്തെ ചെടി മാത്രമേ ഉള്ളൂ ഇച്ചിരി ഉണങ്ങിപ്പോകുന്നത്. അവർക്കും കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് നോക്കിയപ്പോൾ തറയിലും കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് അടിച്ച് കളയാമെന്ന് കരുതി. പക്ഷെ പ്രഷർ അത്ര പോരാ. നമ്മുടെ സാധാരണ രീതിക്കുള്ള പ്രഷർ ഉണ്ടെങ്കിലും ഈ മണ്ണും ചെളിയൊക്കെ കിടക്കേണ്ട. കാരണം ഇവിടെ ഇട്ട് ഞാൻ കാറൊരു ദിവസം കഴുകിയുണ്ടായി. അപ്പോൾ ഇങ്ങനെ മണൽ പോലത്തെ പൂഴിമണ്ണൊക്കെ ടയറിൻ്റെ സൈഡിൽ നിന്നൊക്കെ കഴുകി താഴെ വീണ് കിടപ്പുണ്ടായി. അപ്പോൾ അതൊന്നും അടിച്ചൊക്കെ ഒന്ന് കളയാൻ നോക്കി ജമ്മം പോയാൽ പറ്റണില്ല. അതിന് ഈ പെയിൻറ്റ് പണിക്കാരൊക്കെ മതിലൊക്കെ കഴുകുന്ന ടൈപ്പ് പ്രഷർ പമ്പ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തായാലും ഒരെണ്ണം വാങ്ങണം എന്ന് കരുതിയിരിക്കുക. കാരണം പാറയിലൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെ അഴുക്കൊക്കെ പിടിക്കുമ്പോൾ ആ ഒരു പ്രഷർ പമ്പ് വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരെണ്ണം വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുവാണ്. പാറ വിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പച്ച പുല്ല് പിടിപ്പിക്കുന്നതല്ലേ ഭംഗി, അതല്ലേ അതിൻ്റെ ഒരു രസം, അതിനൊരു നല്ല ഫ്രഷ്നെസ് ഫീൽ ഉണ്ടാകുമല്ലോ. അതെന്താ നിങ്ങൾ ചെയ്യാതിരുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെയ്യാതിരുന്നതിൻ്റെ കാരണം ഇത് തന്നെ, നമ്മൾ പ്ലാസ്റ്റിക് പുല്ലാണ് നമ്മൾ സൈഡിൽ പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് അടിച്ച് വാരാനും കഴുകാനും ഒക്കെ ആയിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഏട്ടൻ ഇത് വേണ്ട എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പം അത് ചെയ്യാതിരുന്നുകൊണ്ട് തന്നെ കാര്യം ഇതുപോലെ കൊടുക്കണ്ട, കുറച്ച് പായലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വൃത്തിയായിട്ട് അടിച്ച് വാരി കഴുകണമെങ്കിൽ ഈ പുല്ലൊന്നും പറ്റത്തില്ല. അപ്പം നമുക്കുടെ സൗകര്യത്തിനല്ലേ നമ്മൾ ചെയ്യേണ്ടതല്ല. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് തേങ്ങയൊക്കെ എനിക്ക് വാരി പെറുക്കിയൊക്കെ ഇടാനുണ്ടായിരുന്നു. കാരണം തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് വാരി ഇട്ടിട്ട് അത് എടുത്ത് വെക്കാൻ പറ്റിയില്ലായിരുന്നു. അത് കുറച്ച് എല്ലാം എടുത്ത് ബാക്കിലേക്ക് കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കാണ് നോക്കിയപ്പോൾ ചെടിച്ചട്ടി നിറയെ വെള്ളം, ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ടാണ്, നിറയെ വെള്ളത്തിലാണ് ചെടി നിൽക്കുന്നത്. അതെല്ലാം എടുത്ത് ഞാനൊന്ന് മാറ്റി. അപ്പോൾ അതിൻ്റെ മുകളിലെ തട്ടിലിരിക്കുന്ന ചെടികൾക്ക് വെള്ളമില്ല. അപ്പോൾ ബാക്കിയുള്ള ചെടികൾക്കും കൂടി ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കിടക്കുക. കാരണം ഇത് ഷെയ്ഡിലിരിക്കുന്നത് കൊണ്ട്, സൺഷെയ്ഡിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം അധികം കിട്ടണത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അപ്പുറം സൈഡിൽ നോക്കിയപ്പോൾ വെള്ളമില്ല കുറച്ച് ചെടികൾക്കൊക്കെ. അപ്പോൾ അതിനെല്ലാം ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും പിന്നാലെ നടന്നു വെച്ചാൽ അമ്മ വിശക്കുന്നു എന്ന് പറയുന്നത് പിന്നാലെ അടക്കും. ഞാൻ ഇപ്പോൾ വരാടാ മോനെ എന്ന് പറഞ്ഞ് ഞാനപ്പോൾ അത് ആ ഒരു പണിയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിട്ട്. അപ്പോൾ സമയം 12:45 കഴിഞ്ഞു കേട്ടോ. പണിയും കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ എടുത്തു. ഞാൻ നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ആ ഒരു വറുത്തരച്ച കറിയും പിന്നെ കുറച്ച് അച്ചാറും ഉണ്ട്, ഒരു മുളക് വറുത്തതും ഉണ്ടായിരുന്നു. ഒരുപാട് ഒരു 5-6 തരം കറികളൊന്നും വേണമെന്നില്ല ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ. ഒരു കറി ഉണ്ടെങ്കിലും ഞങ്ങൾ നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കും കേട്ടോ. ഞങ്ങളുടെ രീതി അങ്ങനെ തന്നെ, കുറേ തരം കറികളൊന്നും വേണമെന്ന് ഒരു നിർബന്ധങ്ങളുമില്ല. മക്കൾക്കാണെങ്കിലും അത് ഇഷ്ടപ്പെട്ടൊരു കറി മതിയാവും. എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.